നമസ്കാരം പ്രിയ മേടം രാശി സുഹൃത്തുക്കളെ, 2026 നിങ്ങളുടെ ജീവിതം തലതിരിഞ്ഞുമറിയാൻ പോകുന്ന വർഷമാണ്. ധനലാഭം കുതിച്ചുയരും, വീടുവാഹനം വാങ്ങും, വിദേശം പോകും, വിവാഹം ഫിക്സാകും, കരിയർ ലെവൽ അപ്പാകും. പക്ഷേ ഈ 2 മാസം മാത്രം അധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ നഷ്ടം വരും. ഏതാ മാസം? എന്താ പരിഹാരം? വീഡിയോ 100% കാണൂ. നിങ്ങളുടെ 2026ന്റെ ഭാഗ്യം ഇവിടെ തീരുമാനിക്കപ്പെടുകയാണ്. ഈ വർഷം ഗുരു 3 തവണ രാശി മാറുന്നു. ശനി ലാഭസ്ഥാനത്തേക്ക് വരുന്നു. രാഹു കേതു ജൂലൈയിൽ മാറുന്നു. എല്ലാം വിശദമായി പറയാം. മാസം തോറും എന്ത് സംഭവിക്കും, എന്ത് പരിഹാരം ചെയ്യണം, ഒരു മാസം പോലും സ്കിപ്പ് ചെയ്യാതെ കേൾക്കൂ. ജാനുവരി. വർഷം തുടങ്ങുന്നത് ശനിയുടെ 4ാം ദൃഷ്ടി കാരണം ചെറിയ തടസ്സങ്ങൾ. വീട്, വാഹനം, അമ്മയുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. പക്ഷേ ഗുരു 2ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ധനലാഭം മികച്ചത്. ജാനുവരി 15-ന് ശേഷം പുതിയ ജോബ് ഓഫർ അല്ലെങ്കിൽ ബിസിനസ് ഡീൽ വരും. പരിഹാരം: എല്ലാ തിങ്കളാഴ്ചയും 9 ചുവന്ന പുഷ്പം ഹനുമാൻ ക്ഷേത്രത്തിൽ സമർപ്പിക്കുക. ഓം ഹനുമതേ നമഃ 21 തവണ ജപിക്കുക. ഫെബ്രുവരിയിൽ രാഹു 12ാം ഭാവത്തിൽ ചെലവ് കൂട്ടും. അനാവശ്യ യാത്ര, മെഡിക്കൽ ബില്ലുകൾ, വയറ്റു പ്രശ്നം വരാൻ ചാൻസ്. പ്രണയത്തിൽ ചെറിയ തെറ്റിദ്ധാരണ. പരിഹാരം: എല്ലാ ബുധനാഴ്ചയും 11 വെള്ളി നാരങ്ങ ഗണപതിക്ക് നേദിക്കുക. ഓം ഗം ഗണപതേ നമഃ 11 തവണ. മാർച്ച്. ആദ്യ ഭൂമാസം. ചൊവ്വ ലഗ്നത്തിൽ വരുന്നതിനാൽ ധൈര്യം 100%. പുതിയ ബിസിനസ് തുടങ്ങാൻ, ജോബ് മാറാൻ, റിസ്ക് എടുക്കാൻ ഏറ്റവും ബെസ്റ്റ് സമയം. പ്രണയവും ദാമ്പത്യവും മെച്ചപ്പെടും. പരിഹാരം: ചൊവ്വാഴ്ച 8 ചുവന്ന ചന്ദനം ഹനുമാൻ വിഗ്രഹത്തിൽ പുരട്ടുക. ഏപ്രിൽ 30-ന് ഗുരു 3ാം ഭാവത്തിലേക്ക് മാറുന്നു. സഹോദരങ്ങൾ, ഷോർട്ട് ട്രിപ്പ്, കമ്മ്യൂണിക്കേഷൻ എല്ലാം ഗുണകരം. ജോബ് ചേഞ്ച് അല്ലെങ്കിൽ പ്രമോഷൻ കൺഫേം. പരിഹാരം: വ്യാഴാഴ്ച 5 ഗ്രാം പഞ്ചസാര ഗുരുവായൂരപ്പൻ നേദിക്കുക. മെയ്. ഗുരു 3-ൽ ഫുൾ പവർ. വിദേശയാത്ര, വിസ കാര്യങ്ങൾ വിജയം. പുതിയ വരുമാനമാർഗം തുറക്കും. പരിഹാരം: വ്യാഴാഴ്ച 19 വാഴക്ക നേദ്യം. ജൂൺ. ശനി മെയ് 29-ന് ലാഭസ്ഥാനമായ 11ാം ഭാവത്തിലേക്ക് വരുന്നു. പഴയ കടങ്ങൾ വീട്ടും, പണം കയ്യിൽ വരും. പരിഹാരം: ശനിയാഴ്ച 9 കറുത്തയെള്ള് ശിവനൊഴിക്കുക. ജൂലൈയിൽ രാഹു 11-ലേക്കും കേതു 5-ലേക്കും മാറുന്നു. സന്താനങ്ങൾക്ക് പഠനത്തിൽ ശ്രദ്ധ വേണം. പ്രേമികൾക്ക് ചെറിയ ടെൻഷൻ. പരിഹാരം: ദിവസവും ഓം രാം രാഘവേ നമഃ 11 തവണ ജപിക്കുക. ഓഗസ്റ്റിൽ ശനി വക്രി തുടരും. പഴയ പ്രോജക്റ്റുകൾ പൂർത്തിയാകും. ഓഹരി, സ്വർണ്ണ നിക്ഷേപം ലാഭകരം. പരിഹാരം: ശനിയാഴ്ച കറുത്ത തുണി ദാനം ചെയ്യുക. സെപ്റ്റംബർ അവസാനം ഗുരു 4ാം ഭാവത്തിലേക്ക് വീട്, വാഹന യോഗം തുടങ്ങുന്നു. പരിഹാരം: വ്യാഴാഴ്ച വിഷ്ണു സഹസ്രനാമം 1 തവണ കേൾക്കുക. ഒക്ടോബർ. 2026-ലെ ഏറ്റവും പവർഫുൾ മാസം. ഗുരു പ്ലസ് ശനി 4ാം ഭാവത്തിൽ. വീട് വാങ്ങാൻ, ഫ്ലാറ്റ് ബുക്ക് ചെയ്യാൻ ബെസ്റ്റ് ടൈം. ധനലാഭം 200%. പരിഹാരം: വ്യാഴാഴ്ച 5 മഞ്ഞൾ കുങ്കുമച്ചപ്പ് ലക്ഷ്മിക്ക് നേദിക്കുക. നവംബർ. ചൊവ്വ 5ാം ഭാവത്തിൽ. വിവാഹം ഫിക്സാകും, ഗർഭധാരണ യോഗം, സന്താന സൗഭാഗ്യം. പരിഹാരം: ചൊവ്വാഴ്ച സുബ്രഹ്മണ്യൻ ക്ഷേത്രത്തിൽ വെള്ളരി നേദിക്കുക. ഡിസംബർ. വർഷാവസാനം ആരോഗ്യം ശ്രദ്ധിക്കണം. പഴയ കേസുകൾ ഗുണകരമായി തീരും. പരിഹാരം: ഡിസംബർ 31-ന് 9 നാരങ്ങാ വിളക്ക് തെളിയിക്കുക. മേടം രാശിക്ക് 2026 മൊത്തത്തിൽ 8.5/10. ധനം, പ്രോപ്പർട്ടി, കരിയർ, വിദേശം എല്ലാം ഗോൾഡൻ ഇയർ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ ഒരു വലിയ ലൈക്ക് അടിക്കൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓണാക്കൂ. അടുത്ത രാശി വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. കമന്റിൽ ആദ്യം തന്നെ എഴുതൂ എൻ്റെ രാശി മേടം അല്ലെങ്കിൽ എൻ്റെ രാശി. അടുത്ത വീഡിയോ അതിനനുസരിച്ച് ഉടനെ ഇട്ട് തരും. നന്ദി. ജയ് ശ്രീറാം. 2026 നിങ്ങളുടേതാണ്. ഒരുപാട് സ്നേഹത്തോടെ നമസ്കാരം.